ഏത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു കാര്യമാണ് നല്ല പ്രത്യാശയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഏത് കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക. നിരാശയോടുകൂടി ഇത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിലൊന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണോ? 3 പ്രധാനപ്പെട്ട നന്മകളെക്കുറിച്ച്, വരങ്ങളെക്കുറിച്ച് നമ്മൾ പറയില്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3ഉം വേണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നല്ലതാണോ? ആണ്. ഈശോ പറയുന്നില്ലേ, നിങ്ങളുടെ വിശ്വാസം എത്രയോ അത്രയും വലുതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ അത്ഭുതവും. ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടത്, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട് ഈശോയോട്. ഈശോ ഇത് എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ളൊരു സ്നേഹം, ഒരു ഉറപ്പും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ വിശ്വാസം കുറഞ്ഞു പോയാലും സ്നേഹം കുറഞ്ഞു പോയാലും എന്ത് കുറയരുത്? പ്രത്യാശ കുറഞ്ഞു പോകരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചോദിക്കണം. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, ഒരു പ്രത്യാശ ഇല്ലാത്ത ജീവിതം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഒരു കാര്യവും നേരാൻ വഴിക്ക് പോകാത്ത സമയത്തുമൊക്കെ ഇത് പ്രാർത്ഥിച്ചോണം പരിശുദ്ധാത്മാവോട്. പരിശുദ്ധാത്മാവേ, വിശ്വാസം വർദ്ധിക്കാനല്ല, സ്നേഹം വർദ്ധിക്കാനല്ല, എന്ത് വർദ്ധിക്കണം? പ്രത്യാശ